ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ഷൊർണൂർ അഗ്നിരക്ഷാസേന ഓഫീസിലേക്ക് ഒരു നമ്പറിൽ നിന്നും പ്രതിദിനം വരുന്നത് 50ലേറെ വ്യാജ കോളുകൾ. 25 ദിവസമായി തുടരുന്ന ഈ ഫോൺ വിളിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. നമസ്കാരം, ഫയർ സ്റ്റേഷൻ. ഹലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ദൂരം നിന്ന് നമുക്ക് അവിടെ വന്ന് ഭക്ഷണം തരാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ഭക്ഷണത്തിനാ വിളിക്കണമെങ്കിൽ ഇത്രയും ദിവസം എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചേരുന്നത്? ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഒരു 10-20 ദിവസമായില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഈ ഫോണിലേക്ക് വിളിച്ച് ശല്യം ചെയ്തിരുന്നത്? ഒരു ദിവസം ഒരു നമ്പറിൽ നിന്നും തന്നെ ഷൊർണൂർ അഗ്നിരക്ഷാസേന ഓഫീസിലേക്ക് എത്തുന്നത് 50ലധികം ഫോൺ കോളുകൾ. ഇങ്ങനെ ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ 25 ദിവസമായി വരുന്ന ഫോൺ കോളുകൾ കാരണം ഷൊർണൂർ അഗ്നിരക്ഷാസേനയ്ക്ക് വലിയ തലവേദനയായിരിക്കുകയാണ് ഈ അജ്ഞാതൻ. രാവിലെ തന്നെ എത്തുന്ന ഫോണെടുത്ത് സംസാരിച്ചാൽ പല വിഷയങ്ങളായി മണിക്കൂറുകൾ നീളും. ഇതിനിടയിൽ ഓഫീസിൽ നിന്നും ഫോൺ കട്ടാക്കിയാൽ പിന്നെ എടുക്കുന്നതുവരെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇയാളുടെ രീതി. ആദ്യഘട്ടത്തിൽ വിളിക്കുന്നയാളുടെ ചോദ്യങ്ങൾക്ക് അഗ്നിരക്ഷാസേന ഓഫീസിൽ നിന്നും കൃത്യമായി മറുപടി നൽകിയെങ്കിലും പിന്നീട് ഇത് ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറി. രാത്രിയായാൽ ദേശീയഗാനം പാടിക്കേൾപ്പിക്കുക, പകലായാൽ തനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണമെന്നും ആജീവനാന്തം ഭക്ഷണം വാങ്ങിത്തരണമെന്നും ആവശ്യപ്പെടുകയൊക്കെയാണ് ഇയാളുടെ പ്രധാന വിനോദം. ഇയാളുടെ ഈ നിരന്തര ശല്യം കാരണം മറ്റ് അത്യാഹിതങ്ങൾ ഉണ്ടാക്കുമ്പോൾ പല ഭാഗത്തു നിന്നും തീപിടുത്തമോ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കോ ആയി ഓഫീസിലേക്ക് വിളിക്കുന്ന സാധാരണക്കാർക്ക് ഫോൺ കിട്ടാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ അടിയന്തര നമ്പറായ 101ലേക്കാണ് ഈ കോളുകളെല്ലാം എത്തുന്നത്. പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഉദ്യോഗസ്ഥരെ അനാവശ്യം പറയുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്ന് ഫയർ ഓഫീസർ വ്യക്തമാക്കുന്നു. 2 ആഴ്ചയിൽ കൂടുതലായി തുടർച്ചയായിട്ട് ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പറുകൾ നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വിളിച്ച കിട്ടാത്ത നമ്പറുകളാണ് എന്ന് പറഞ്ഞാൽ സിം കട്ടായതോ അങ്ങനെ ഉള്ള നമ്പറുകളിൽ നിന്നാണ് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്. വന്നു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്നത് വരെ തുടർച്ചയായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ മണിക്കൂറുകളോളം ആ ഫോണിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കും. ഇനി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞില്ലെങ്കിലും തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുക, പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതും ഒരു മനുഷ്യന് നടപ്പാക്കാൻ പറ്റാത്ത ആവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിഡ്നി വേണം, ഭക്ഷണം വേണം, ഭക്ഷണം എന്ന ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള എന്ത് വകുപ്പ് നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതുപോലെ ആജീവനാന്ത ഭക്ഷണം വേണം, മരുന്ന് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി 2:30-3 മണി വരെ 4 മണിക്കും ഒരു കോൾ വന്ന, എൻ്റെ ഒരു ഡ്യൂട്ടിയിൽ 4 മണിക്കും കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതായത് ഉറങ്ങുന്ന പറ്റാത്തൊരവസ്ഥയാണ്. 24 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഒന്നും ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ലെറ്റർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ സഹികെട്ട് അഗ്നിരക്ഷാസേന ഷൊർണൂർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേന വിളിക്കുന്ന നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ പാലക്കാട് മണ്ണാർക്കാട് കാരാകുർശി സ്വദേശിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശം കല്ലടിക്കോട് സ്റ്റേഷൻ പരിധിയിലായതിനാൽ ഷൊർണൂർ പോലീസ് പരാതി അങ്ങോട്ട് കൈമാറുകയായിരുന്നു. പരാതി നൽകി 3 ദിവസം കഴിഞ്ഞിട്ടും ഈ ശല്യക്കാരന്റെ ഫോൺ വിളിക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് അഗ്നിരക്ഷാസേന പറയുന്നത്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം ഫോൺ കോളുകളിൽ നിന്നും എത്രയും വേഗം മോചനം നേടാനുള്ള കാത്തിരിപ്പിലാണ് ഷൊർണൂർ അഗ്നിരക്ഷാസേന. ന്യൂസ് ഡെസ്ക് CCV.